ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. എന്താ പറയുക, വാക്കുകളുടെ കുറച്ച് പോരായ്മകളും കുറച്ച് പേടിയും പരിപാടികളൊക്കെ ഉണ്ട്. ഒരു വർഷത്തിന്റെ എന്താ പറയുക, ഇത്രയും മാത്രമുള്ളൊരു കഷ്ടപ്പാടിന്റെ ഒരു ഫലമാണ് ദൈവം ഫെബ്രുവരി 12 നമ്മൾ റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി 12 നമ്മൾ പ്രീമിയർ ലോഞ്ചും 13 കേരളവും ലോകമെമ്പാടും നമ്മൾ റിലീസ് ചെയ്യുന്നത്. ഒരുപാട് പേരെ ഓർക്കുവാനുണ്ട് ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട്. ഇന്നത്തെ നമ്മൾ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന ഒരുപാട് ഗസ്റ്റുകളുണ്ട്. ഒരു ഗസ്റ്റുകൾ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരാണ്, എന്നെ ചേർത്ത് പിടിച്ചവരാണ്. ഒരുപാട് വർഷം, എനിക്ക് തോന്നുന്നു 36 വർഷമായിട്ട് സിനിമയിൽ തുടങ്ങിയ 36 വർഷമായി സിനിമയിൽ തുടങ്ങി. നിങ്ങൾ എന്നെ പല കഥാപാത്രങ്ങളിലൂടെയും കണ്ടിട്ടുണ്ട്. പക്ഷെ കൂടോത്രം എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ വിശ്വസിക്കുന്നത് ദൈവമായിട്ട് ഒരു ടേക്ക് ഓഫ്, ഈ സിനിമയിലൂടെ നീ ടേക്ക് ഓഫ് ചെയ്യണം എന്ന് കരുതി കൊണ്ടുവന്ന ഒരു സിനിമയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സിനിമ തുടങ്ങുന്ന മുതൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ ഈ സിനിമയ്ക്കുണ്ട്. ഇന്നിപ്പോ എൻ്റെ ഡാഡി ഇവിടെ ഈ ഫംഗ്ഷന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളാണ് എല്ലാവരും ഉണ്ട്. മത്തനൻ സാറുണ്ട്, അതുപോലെ തന്നെ രവിയേട്ടൻ, എസ്റ്റീം, അതുപോലെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ, പിന്നെ എൻ്റെ ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള എല്ലാവരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല, ആക്ടേഴ്സും ടെക്നീഷ്യൻസും, ഇതിൽ കൂടുതൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് ആഗ്രഹിച്ചിട്ട് വന്നൊരു ക്യാരക്ടറാണ് എൻ്റെ ലൈഫിൽ. നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു ലുക്ക് കിട്ടാൻ ഞാൻ ഒരുപാട് വർഷമായിട്ട് കാത്തിരുന്നു. ഒരുപാട് സന്തോഷം തോന്നുന്നു. എസ്പെഷ്യലി താങ്ക് യു ബൈച്ചേട്ടാ, ഇങ്ങനൊരു ക്യാരക്ടറിനെ എന്നെ വിളിച്ചതിൽ. മേരി എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ഇതിൽ ഈ പടം എന്ന് പറയുമ്പം ഒരു കൊച്ചു പടമാണ്, പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞങ്ങളെല്ലാവരും ഓൾ ക്രൂ മെമ്പേഴ്സ് ഇതിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വർക്ക് ചെയ്തൊരു സിനിമയാണ്. അത്രയും ഇടുക്കി എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലെപ്പോഴും കാണുന്നത് ഭയങ്കര തണുപ്പും കോടയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഭയങ്കര ക്ലൈമറ്റ് എല്ലാം ഭയങ്കര കണ്ടീഷൻ ഭയങ്കര മോശമായിരുന്നു. പക്ഷെ അത്രയും എഫേർട്ട് എടുത്ത് ഇതിൽ വർക്ക് ചെയ്ത ഒത്തിരി ആളുകൾ ഈ പടത്തിലുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വെരി ലവബിൾ ആയിരിക്കും. കൂടോത്രം എന്നൊരു പേരാണെങ്കിൽ പോലും സിനിമ വളരെ ഇമോഷണലായിട്ടും നല്ല സോങ്സ്. ഗോപിച്ചേട്ടാ, ഭയങ്കര സന്തോഷം ഗോപിച്ചേട്ടൻ്റെ ഇങ്ങനൊരു മ്യൂസിക് ഇതിൽ വന്നതിലും. പിന്നെ വിജയ് യേശുദാസ് ഇതിലൊരു പാട്ട് പാടിക്കലും എനിക്കൊരു അണ്ണനെ പോലെയാണ്. കഴിഞ്ഞ പ്രാവശ്യം പറന്നു പോകുമെന്ന് പറഞ്ഞ സിനിമയിൽ ഞാനും വിജയ് യേശുദാസും ഒരുമിച്ച് അഭിനയിച്ചു. ഈ വർഷം വിജയ് ചേട്ടൻ്റെ ഒരു പാട്ടിൽ എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. ഐ എം സോ ഹാപ്പി. ഇവിടെ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓൾ ക്രൂ മെമ്പേഴ്സ്, ഓൾ ദ ബെസ്റ്റ്. പടം 12 എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. ഇവിടെ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ബൈജന്റെ പ്രതീക്ഷയാണ് എന്താ പറയുക. ബൈജന്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് ഈ സിനിമ. അപ്പോൾ ബൈജന്റെ ആ ഒരു സ്വപ്നത്തിന് നിങ്ങളെല്ലാവരും കൂടെ നിന്നു. മാക്സിമം അതിന് വേണ്ടുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കെല്ലാം തോന്നുന്നത്. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക. ഫെബ്രുവരി 12 സോ കഴിയുന്ന എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക, എൻജോയ് ചെയ്യുക. ഇതിൽ അത്യാവശ്യം നല്ല നല്ല രീതിയിലുള്ള പാട്ടുകളുണ്ട്. ഒരു 3-4 സോങ്സ് ഉണ്ട്. 4 സോങ്സ് ഉണ്ട്. സോ നൈസ് ടീം. എൻ്റെ എല്ലാ ടീമിനോടും മ്യൂസീഷ്യൻസിനോടും എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ആക്ച്വലി ഞാൻ ഒരു ഇൻട്രോവേർട്ടാണ്. അതിൻ്റെതായ പ്രശ്നങ്ങളാണ്. എനിക്ക് സ്റ്റേജ് കുറച്ച് ടെൻഷനുള്ള കാര്യമാണ്. സ്റ്റേജ് സിനിമ വലിയ കുഴപ്പമില്ല, സ്റ്റേജ് കുറച്ച് പ്രശ്നമുള്ള ആൾക്കാരെ ഇത്രയും പേരെ കാണുക എന്ന് പറയുന്നത് എനിക്കൊരു
അപ്പൊ ഷൂട്ട് ചെയ്തപ്പോ ഇതുപോലെ കുറെ ക്രൗഡൊക്കെ കണ്ടു നിന്നില്ലേ? ഇല്ല അപ്പൊ ഞാൻ ക്യാമറ ഉള്ളപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ക്യാമറയിൽ മാത്രം നമ്മൾ ക്യാമറ വരുമ്പോ കുഴപ്പമില്ലേ? നോക്കിക്കേ, ദേ ഇവിടെ എത്ര ക്യാമറയാണോ നോക്കിക്കേ. യെസ്, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. എക്സ്പീരിയൻസ് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇടുക്കിയിലായിരുന്നു ഷൂട്ട്. ആദ്യം തന്നെ ബൈച്ചേട്ടനാണ് വിളിക്കുന്നത് പടത്തിലേക്ക്. ബൈച്ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, ജോഷു എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്, അപ്പോൾ അത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ബൈച്ചേട്ടൻ്റെ അടുത്ത് പോയി കഥ കേട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബൈച്ചേട്ടൻ പറഞ്ഞു, അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാ ഞാൻ എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ ഒരു സർജറി കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നത് ബൈച്ചേട്ടൻ പറഞ്ഞ് ഒന്നും വേണ്ട, അതിനോട് വന്നാൽ മതി പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്നു. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ഷൂട്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് മീൻസ് ഫിസിക്കലി കുറച്ച് ടഫായിരുന്നു, ചെയ്യാൻ വേണ്ടി വലിയ പണ്ടായില്ല. ഫിസിക്കലി ടഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സർജറി കഴിഞ്ഞിട്ടിരിക്കണതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഒരു മലയിലായിരുന്നു ഷൂട്ട് ഫുള്ള്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫിസിക്കൽ പ്രശ്നങ്ങളുണ്ടായെങ്കിലും ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഷൂട്ടിംഗ് ആയിരുന്നു. പിന്നെ സന്തോഷേട്ടൻ ഇതിൻ്റെ റൈറ്റർ. സോ അങ്ങനെയാണ് ഞാൻ കൂട്ടത്തിലേക്ക് കയറുന്നത്. ആൻഡ് എക്സ്പീരിയൻസ് വൈസ് ഇറ്റ് വാസ് എ വെരി എന്താ പറയുക, ഒരു ടഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് ഈസി അറ്റ് ഓൾ. ബിക്കോസ് നമ്മൾ ആ ഒരു ടെറൈനിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ടെക്നീഷ്യൻസ് അവരുടെ ക്യാമറ ഒക്കെ എടുക്കുന്ന ആക്ടേഴ്സ് ടു ഗോ ആൻഡ് ക്ലൈം സോ മച്ച്. ആ വെയിലത്ത് ഷൂട്ട് ചെയ്യുന്നത് ഹാറ്റ്സ് ഓഫ് ടു സർ ടു പുൾ ഓഫ് ഇത്ര ഒരു വലിയ സ്റ്റാർ കാസ്റ്റിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി ടാസ്ക്. ബട്ട് സർ ഹാസ് മാനേജ് ടു ഡു ദാറ്റ് ആൻഡ് I met so many wonderful co-actors. അതിന് I'm very very happy. So നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയം പൃഥ്വിരാജ് സർ വാസ് ഓൾസോ ഷൂട്ടിംഗ് ഫോർ അനദർ ഫിലിം ഇടുക്കിയിൽ. സോ നമ്മൾ ഒരുമിച്ച് അതേ ഹോട്ടലിലായിരുന്നു താമസിച്ചിട്ടിരുന്നത്. സോ ഞാൻ സാറിനെ മീറ്റ് ചെയ്യാൻ പോയിരുന്നു ഒരു ദിവസം സെറ്റിൽ. സോ സർ പറഞ്ഞു ഞാൻ അതേ ഹോട്ടലിലാണ് താമസിക്കുന്നത്, ഒരു റൂം ഞാൻ ജിമ്മാക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട് രജിസ്ട്രേഷൻ. സോ ഇഫ് യു വാണ്ട് ടു യൂസ് ഇറ്റ് യു ക്യാൻ. ഹായ് കൊച്ചി, എല്ലാവരും സുഖമാണോ? ஸோ எனக்கு மலையாளம் இது மட்டும்தான் தெரியும். பிகாஸ் ஐ கம் ஃப்ரம் தெலுங்கு இண்டஸ்ட்ரி. பட் திஸ் இங்கே மலையாளம் இண்டஸ்ட்ரி ரொம்ப ஓப்பனாக இருக்குது. தே ஆர் வெல்கமிங் அன் அதர் ஸ்டேட் ஆக்டர். தே ஆர் ட்ரீட்டிங் மீ லைக் அ ஃபெலோ ஆக்டர். தே ஆர் கிவிங் மீ ஆல் தி ரெஸ்பெக்ட் அண்ட் லவ். அண்ட் இப்போது நான் வந்து இந்த கூடோத்திரம் படம் முதல் தடவை மலையாளத்தில் பண்ணேன். அண்ட் ஐ வுட் நீங்கள் எல்லாம் சப்போர்ட் பண்ணால் ஆஃப்டர் லக்கி பாஸ்கர் கூடோத்திரம் இஸ் மை ஃபர்ஸ்ட் மூவி, டைரக்ட் டெபியூ இன் மலையாளம். ஸோ நீங்கள் எல்லாம் கொஞ்சம் அப்படியே லைட்டாக லவ் ஷேர் பண்ணால் எங்கள் படம் கண்டிப்பாக ஹிட் ஆகும். இட்ஸ் அ வர்த் வாட்சிங் மூவி. அண்ட் வீக்கெண்ட் வருதில்ல, அப்படியே വാലന്റൈൻസ് ഡേ വരുത്. കം വിത്ത് യുവർ ഗേൾ ഫ്രണ്ട്. സത്യം പറഞ്ഞാൽ ബൈജു ബദ്രേട്ടനെ വിളിച്ച പോലെ തന്നെ ഇന്ന് കാലത്ത് അവൻ എന്നെ വിളിച്ചിരിക്കുന്നു. അപ്പം ആസ് യൂഷ്വൽ ബൈജുവിൻ്റെ കിളി പോയിട്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ടാണ് ഏട്ടനെന്ന് കാലത്ത് വിളിച്ചു, എന്നെന്ന് കാലത്ത് വിളിച്ചു. ഇന്നലെ വിളിച്ചോ? എന്നെ വിളിച്ചിട്ടില്ല, ഇന്ന് കാലത്ത് വിളിച്ചത്. പക്ഷെ ബൈജുവിനോടുള്ള ചില ബന്ധം കൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ വന്നോളാടാ, നീ ധൈര്യമായിട്ട് ഇരുന്നോളൂ. സത്യം പറഞ്ഞാൽ വരുന്ന സമയത്ത് ബദ്രേട്ട ബൈജു നിൻ്റെ അടുത്തും പറയാം, ഓക്കെ യുമാനോട് തന്നെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, അത് എന്താണെന്നുള്ള വലിയ എക്സൈറ്റ്മെൻറ്റും പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ ഞാൻ ഈ ട്രെയിലർ കണ്ടിട്ട് ഞാൻ ഗോപി എങ്ങനെ നോക്കി, ജയനി നോക്കി, എടാ ഇവൻ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. ഐ വാസ് റിയലി ഇംപ്രസ്ഡ് അബൌട്ട് നീ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത്. അതിനകത്തൊരു പ്രൊഫഷണൽ ഡയറക്ടർ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു പ്രൊഫഷണലിസം സിനിമ കാണുന്ന സമയത്തും അതുപോലുള്ള ആ കിക്ക് നിൽക്കുകയാണെങ്കിൽ യുവർ ഫിലിം ഈസ് ഗോയിങ് ടു ബി എ ബിഗ് ഹിറ്റ്. വൈ? ബിക്കോസ് ബൈജു പറഞ്ഞ പോലെ ഞങ്ങൾ ചേർത്തലക്കാരാണ്. അതിനോടൊപ്പം സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള സ്വപ്നവുമായിട്ടല്ല, ജീവിതത്തിൻ്റെ മറ്റ് സൗഭാഗ്യങ്ങളും മാറ്റിവെച്ചിട്ട് സിനിമയാണ് ഏറ്റവും വലിയ സ്വപ്നം, ആഗ്രഹം, അതിലൂടെ എന്തെങ്കിലും വരുന്നെങ്കിൽ മതി എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ടുള്ള ഒന്ന് രണ്ട് പേരിൽ ഒരാളാണ് ഞാനും ബൈജു. ബൈജുവിൻ്റെ അച്ഛൻ എനിക്കറിയാം. ഞാൻ ആ തിയേറ്ററിൽ പോയിട്ട് ഞങ്ങളുടെ ചേർത്തലയിൽ തന്നെ ഏറ്റവും നല്ല തിയേറ്റേഴ്സ് എഴുപുന്ന രേഖയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് പുതിയ 2 തിയേറ്റേഴ്സ് കൂടെ കൊണ്ടുവന്നു. നമ്മളെ പോയി സാനിയ ഒക്കെ പോയിട്ട് സിനിമ കണ്ടപ്പോൾ സിനിമയോട് ഇവർക്ക് കുടുംബം അടച്ചുള്ള സ്നേഹം നമുക്കറിയാം. ഇവർ നല്ല ബിസിനസ്സുകാരാണ്, കോടീശ്വരന്മാരാണ്. പക്ഷെ അതിലെ പൈസ ഇനി എത്ര മാറ്റി വെച്ചിട്ടായാലും സിനിമക്ക്
നഷ്ടപ്പെട്ടാലും ലാഭം കിട്ടിയാലും അതൊന്നും ഒരു വിഷയമല്ല, സിനിമയ്ക്ക് വേണ്ടിയിട്ട് മുടക്കും എന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ് ബൈജു. അതൊരു വലിയ കാര്യമാണ്. ഇവിടെ നമുക്ക് എന്താ പറയുക, കഴിഞ്ഞ ദിവസം കുറേ കണക്കുകളൊക്കെ വന്നപ്പം ആ ലിസ്റ്റിലൊക്കെ ഇരിക്കുന്നുണ്ട്. പ്രൊഡ്യൂസേഴ്സൊക്കെ കൂടെ കണക്ക് പറഞ്ഞപ്പം ഏതാണ്ട് 80% കൂടുതൽ പടങ്ങൾ കളക്ട് ചെയ്തോ ഇല്ലയോ സംശയം തോന്നുന്നൊരവസ്ഥയാണ്. അങ്ങനെ ഓഡിയോ ലോഞ്ചും ട്രെയിലർ ലോഞ്ചും ഇന്നിവിടെ കഴിഞ്ഞിരിക്കുകയാണ്.